ആ ഫ്ലെക്സ് വയ്പ്പിനും തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധത്തിനൊക്കെ തന്നെ അങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുകയാണ്. അത് അനിശ്ചിതമായി നീളുമ്പോഴും നേതാക്കൾക്കായി തെരുവിൽ പ്രകടനം തുടർന്നിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഡൽഹിയിൽ ചർച്ചകൾ തുടരുന്നതിനിടെയും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു. നേതാക്കളുടെ സംയുക്ത ആഹ്വാനത്തിന് പിന്നാലെ ഫ്ലെക്സ് ബോർഡുകൾ പ്രവർത്തകർ നീക്കി തുടങ്ങി. ഡൽഹിയിൽ നേതാക്കളുടെ മാരത്തൺ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലായിരുന്നു. കോഴിക്കോട് ഉള്ളിയേരിയയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണത്തിന് പിന്നാലെ പ്രവർത്തകർ പ്രകടനം നടത്തി. ഇടുക്കി അടിമാലിയിൽ VD സതീശനായി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ ധർണയിൽ ജനപ്രതിനിധികളടക്കം പങ്കെടുത്തു. കണ്ണൂർ പാനൂരിലും VD സതീശനെ അനുകൂലിച്ച ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രകടനം നടത്തി. കണ്ണൂരിലെ ഇരട്ടിയിൽ VD സതീശനായി കോൺഗ്രസ് പ്രവർത്തകന്റെ ശയന പ്രദക്ഷിണം. മലപ്പുറം നിലമ്പൂരിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടന്നു. പ്രകടനങ്ങളും ഫ്ലക്സ് യുദ്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന നേതാക്കളുടെ ഒരുമിച്ചുള്ള ആഹ്വാനം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നു എല്ലാ UDF പ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എല്ലാ ഫ്ലക്സുകൾ മാറ്റാനും എല്ലാ കാര്യം അവസാനിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഉള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനും പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പിന്നാലെ KPCC ആസ്ഥാനത്തിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ പ്രവർത്തകർ നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.